ഇന്നത്തെ സ്പെഷ്യൽ അരിപ്പൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലെ മെയിൻ താരം അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ അരക്കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈവച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് അതിൽ നിന്നും ചെറിയ ബോൾസ് ആക്കി എടുത്ത് അതിനെ ചെറുതായിട്ട് തന്നെ ഉരുട്ടിയെടുത്ത് ഇതുപോലെ ചെറിയ പിടികളാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞിപ്പിടി റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ മക്കളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പല കൈകൾ ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ സംഭവം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീർന്നു. അപ്പോൾ അതാ എല്ലാതും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പിടികളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു 2.5 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പിടി കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇനി ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. 3 അച്ച് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ അവിടെ ശർക്കരപ്പാനി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് തേങ്ങ ചിരവി എടുത്തതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ വറുത്തതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞിപ്പിടി പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മലബാറുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്.